ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിനിമയുടെ നയരൂപീകരണ സമിതിയിലടക്കം മുകേഷ് അടക്കമുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണോ അത് ഒഴിവാക്കിക്കൊണ്ട് നടത്തണമെന്നാണോ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം? അല്ല, തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ഇപ്പോൾ മുകേഷ് ചേട്ടനെ കുറിച്ചും ആരോപണം വന്നിരിക്കുന്നു, പലരെക്കുറിച്ചും വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ ആ ചലച്ചിത്ര നയരൂപീകരണ ആ ഉത്തരവാദിത്വം പുള്ളിയെ രാജിവെക്കുമെന്നാണ് കേട്ടത്. പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എല്ലാവരെയും പോലെ എൻ്റെയും അഭിപ്രായം. പിന്നെ അതുമാത്രമല്ല, ഉചിതമായ സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടും. ഉചിതമായ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല, കൊടുക്കുമെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ ആ കൃത്യമായിട്ട് എന്ത് വേണമെന്നുള്ള തീരുമാനം, പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സിനിമ കോൺക്ലേവ് വരുന്നു, അതിൻ്റെ ഒരു നടത്തിപ്പ് ചുമതലയുണ്ട്. അത്തരം സിനിമ കോൺക്ലേവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അല്ല, അത് അന്ന് പിന്നെ ഇത് തുടങ്ങിയ സമയത്ത് ഈ പ്രശ്നങ്ങൾ ആരംഭിച്ച ഒരാഴ്ച മുമ്പാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങനെ ഒരു ആലോചനയും തീരുമാനവും ഒക്കെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് വന്ന പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണത വെച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ആരോപണ വിധേയരായവർ നമ്മളുടെ പിന്നെ ഈ എന്താ പറയുക, അവർ ഇരയാക്കപ്പെട്ട സ്ത്രീകളെയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരൊരിക്കലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ MLA സ്ഥാനത്ത് തുടരുന്നത് നിങ്ങളെ പോലുള്ളവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, ആശങ്കയുടെ പ്രശ്നമല്ല. അദ്ദേഹം ഈ പിന്നെ MLA സ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നമ്മൾ ധൃതി വെക്കേണ്ട. അദ്ദേഹം നമ്മുടെ ഇപ്പം ഒരു പ്രൈവറ്റ് ഇപ്പം അമ്മ സംഘടനയിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ജനറൽ സെക്രട്ടറി പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനപ്രകാരം രാജിവെച്ചു. അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു തീരുമാനം, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങോട്ട് യാത്ര ചെയ്ത് കണ്ണൂർ എത്തിയതാണ്. അപ്പോൾ തീരുമാനത്തിന്റെ അല്ല, അങ്ങനെ ഒരാൾ തുടരുന്നതിൽ നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ പിന്നെ ഇപ്പോഴുള്ള പെൺകുട്ടികളായാലും മൊഴി കൊടുത്ത പെൺകുട്ടികൾ, ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്ത പെൺകുട്ടികളാണെങ്കിലും അതല്ലാതെ പിന്നെ എല്ലാ പിന്നെ കേസ് കൊടുക്കണം. നിങ്ങൾ മുൻപോട്ട് വരണമെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ധൈര്യപൂർവ്വം കേസ് കൊടുക്കണം. അവർക്കിനി എന്ത് നഷ്ടപ്പെടാൻ ഞാൻ ആ പെൺകുട്ടികളോട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന പിന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾ അതവിടെ നിൽക്കുക, അതിപ്പോഴും ഒന്നും ആയിട്ടില്ല, അതവിടെ നിൽക്കുക. അല്ലാതെ ഇത് വന്നതിന് ശേഷം അല്ലാതെയുള്ള പരാതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആൾക്കാരിവിടെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഭയങ്കര ഇപ്പം തന്നെ ഒരു ഭൂകമ്പമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ? നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി, പിന്നെ ഇനി എന്ത് പേടിച്ചിട്ടാണ് ഇവർ മൊഴി കൊടുത്തു കേസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ, കേസ് കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അവർക്കെതിരെ അവർ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. അല്ല, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇവിടെ ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം സർക്കാർ ചെയ്തു കൊടുത്തു, ഹേമ കമ്മിറ്റി പോലെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അവർ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ പോട്ടെ, ഇനിയിപ്പം ഞങ്ങൾക്ക് ഇത് പുറത്ത് പിന്നെ കേസൊന്നും പോകേണ്ട കാര്യമില്ല, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നൊന്ന് അറിഞ്ഞ് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി, എന്നിട്ടൊരു പേടിപ്പെടുത്തി നിർത്തുക എന്ന് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ മുൻപോട്ട് വരണം, കേസ് കൊടുക്കണം. സർക്കാരും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട്. ഏത് ഈ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ആരും പിന്നെ മുൻപോട്ട് വരുന്നില്ലല്ലോ. പിന്നെ ഇപ്പം പലരും കേസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം പോകും. ഇവരെല്ലാം പിന്നെ നിരപരാധികളാണെന്ന് പോലും തോന്നിപ്പോവും, ഇല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ശരിയാണോ? എനിക്ക് തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അതല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു അറുതി വരണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തണം. ഇങ്ങനെയുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് അവരെവിടെയെങ്കിലും പിന്നെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ നിന്ന് മാറി നിൽക്കണം.
അവർക്കെതിരെ നിയമ നടപടി എടുക്കണം. എടുത്താൽ മാത്രമേ ഇനി ഇതിനൊരു പിന്നെ കുറച്ചെങ്കിലും ഒരു പേടി ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുള്ളൂ.